എന്താ? നിങ്ങളാണോ ഈ കിരൺ? അതെ. ആ, ഞങ്ങളുടെ കുഞ്ഞന്തി. ഞങ്ങളുടെ കുഞ്ഞെന്തിയെന്ന് മാത്യു. നിങ്ങളുടെ കുഞ്ഞോ? അതെ, ഞങ്ങൾ അറിഞ്ഞു. കണ്ട റോഡിലും ബാറിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. അവൻ എവിടെയാണെന്ന് ചോദിച്ചത്. എങ്ങനെയാ? എവിടെ വെച്ചാ നിങ്ങൾക്ക് അവനെ കാണാതെ പോയത്? അതൊക്കെ ഞങ്ങൾ വേണേ പോലീസിൽ പറഞ്ഞോളാം. അവൻ എന്തിയെന്ന്. വരൂ. അവിടെ ഉണ്ട്. എടാ മാത്യു. മോനെ. എടാ മോനെ. കുട്ടാ വാടാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അങ്ങനെ നിനക്ക് ഞാനൊന്ന് എടുക്കട്ടെ. എത്ര നാളായി? വേണ്ട വേണ്ട. നോക്കി, അവൻ നമ്മളെപ്പോലും മറന്നു തോന്നുന്നു. മറന്നോടെ കുട്ടാ? പറയട കുട്ടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേടാ? ഒന്ന് ചിരിച്ചേ. പൊന്നെ, മമ്മീന്നൊന്ന് വിളിച്ചേ. എത്ര നാളായി വിളിച്ചിട്ട്? ഒന്ന് വിളിക്കേ. വിളിക്കടാ മോനെ, വിളിക്കടാ. അവനിപ്പോ മമ്മീന്നും വിളിക്കില്ല, ഡാഡിന്നും വിളിക്കില്ല. അവൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. എന്ത് പറ്റിപ്പോയടാ മോനെ നിനക്ക്? എന്ത് മിടുക്കം കുട്ടനായിരുന്നു. ആ, അതെങ്ങനാ നേരത്തും കാലത്തും ആഹാരം വല്ലതും ശരിക്കും കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോൻ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്. വന്നതൊക്കെ വന്നില്ലേ, ഇനി പോട്ടെ. നമുക്ക് അവനെയും കൊണ്ട് അങ്ങ് പോവാം. വീട്ടിലെല്ലാരും കാത്തിരിക്കുക. മാത്യു നിങ്ങളെ അച്ഛനെന്നാണോ ഡാഡി എന്നാണോ വിളിക്കാറ്? അവൻ എന്നെ ഡാഡിന്നേ വിളിക്കാറുള്ളൂ. അല്ലേടാ കുട്ടാ? കുഞ്ഞിനെ താഴെ ഇറക്ക്. എന്തിനാ ഇറക്ക്? എന്തിനാന്നാ ചോദിച്ചത്? ഇറങ്ങാ. ഡാഡി എന്നാണോ അച്ഛനെന്നാണോ വിളിക്കാറ്? ഡാഡിനെ വിളിക്കുന്നത്. മിണ്ടി പോരുത്, മൂക്കിടിക്കാൻ പറ്റിക്കളയും പന്നി. പറടാ, അച്ഛനെന്നാണോ ഡാഡി എന്നാണോ? എനിക്ക് തെറ്റുപറ്റിയതാ. അച്ഛാന്നാ. ആ പാവം പിടിച്ച കുഞ്ഞ് ജനിച്ചിട്ട് വരെ സംസാരിച്ചിട്ടില്ല. അതിന് ചെവിടും കേട്ടൂടാ. പൊട്ടനാ പൊട്ടൻ. എന്തിനാണ് ഇവിടെ വന്നത്? സത്യം പറ, എന്തുദ്ദേശിച്ചാണ് നീ ഇവിടെ വന്നത്? ഞാനെല്ലാം പറയാം സാറേ. സാറിന് വിട്. തല്ലരുത് സാറേ. ഞാൻ എല്ലാം പറയാം. സത്യം പറയാം. സത്യമായിട്ടും ഞങ്ങൾക്ക് 5-8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോ സാറിന് നല്ലൊരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നാ സാറേ. ഞങ്ങൾ പോയിക്കോളാം. ഓടിക്കോടി. തിരിഞ്ഞു നോക്കണം. ഓടിക്കോളാം. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് കിരൺ എന്നാണെന്ന്. ആരൊക്കെയാണ് നിന്റെ പിന്നാലെ? ഒരിക്കൽ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയടാ, നീ ആരാ? ഹലോ.
എന്തായി? നല്ല പണിയാ സാറ് കാണിച്ചത്. എന്തു പറ്റി? ആ പയ്യനൊരു പൊട്ടനാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ സാറേ? ഞങ്ങളാകെ കുഴഞ്ഞു പോയില്ലേ? പൊട്ടനോ? ആ, അവൻ സംസാരിക്കുകയില്ല, അവന് ചെവി കേൾക്കില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അവനോട് സംസാരിച്ച് അയാൾക്ക് സംശയം തോന്നി. എന്നാ ഇടിയാ സാറേ അവൻ്റെത്. തീർച്ചയാണോ സംസാരിക്കില്ലായിരുന്നു? അതെ സാർ, അത് കണ്ടാലേ അറിയാം. ശരി. എന്നാലും അപകടം ഒഴിവാകുന്നില്ല. എന്നെങ്കിലും അവൻ ആംഗ്യത്തിലൂടെയോ മറ്റോ ആരെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ എല്ലാ ചുരുളും ഈസിയായി അഴിയപ്പെടും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഒരു ചെറിയ പേജല്ലേ, അതുകൂടി അങ്ങ് കീറിക്കള. ആ അധ്യായം അങ്ങ് തീരട്ടെ. ഇപ്പോഴാകുമ്പോ വളരെ നിസ്സാരമാണ്. സമയം പോകുന്തോറും ആ അപകടം വളർന്നുകൊണ്ടിരിക്കും. കിട്ടു, നിക്ക് നിക്ക് നിക്ക്. ഹായ് കിട്ടു. കിട്ടു, ഇന്നലെ സന്ധ്യക്ക് ഒരു 7 മണിക്ക് ഫോൺ വിളിച്ചില്ലേ? ഹലോ ഹലോ എന്ന് ഒച്ച വെച്ചിട്ടും മിണ്ടായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടുമായിരിക്കുമെന്ന്. എന്താ ഒന്നും മിണ്ടാത്ത? ഇന്നുണ്ട് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ് പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും റെഡിയാ. എന്നാ വാങ്ങിച്ചോ. താങ്ക്സ് പറ. പറഞ്ഞാലേ തരുള്ളൂ. അവൻ പറയില്ല, പറയാൻ കഴിയില്ല. ഹീസ് ഡെഫ് ആൻഡ് ഡംബ്. ഐ ആം സോറി. ഇന്ന് ഇട്ടു വെച്ചു. ഒരിക്കൽ കിട്ടുവിനെ കൊണ്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വരാലോ. എപ്പോ? എപ്പോ വേണേലും. ഇപ്പൊ വരാമോ? ഓ യെസ്. എന്താന്ന് വന്നേ? നടന്നു വന്നേക്കാം. നിന്റെ മുജ്ജന്മ പരിചയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ അറിയും. സ്മാർട്ടായിട്ട് നോണം. അവൾ ഏത് തരക്കാരിയാണെന്ന് അറിയില്ല. വരൂ വരൂ. വരൂന്നേ, ഇരിക്കൂ. ഇവിടെ ഞാനും വേലക്കാരിയുടെ മാത്രമേ ഉള്ളൂ. അച്ഛൻ ടൂറിലാ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര ബോറാ. അതാ ഈ കൂടെ ഷോപ്പിംഗ്. എന്താ നിക്കുന്നേ? ഇരിക്കുന്നേ. ഞാനിവിടെ നിന്നോളാം. ആ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മതി. കിട്ടുന്നെന്താ? പാലെടുക്കട്ടെ? കുടിക്കോ? കുടിക്കുമായിരിക്കും. ഓ, അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടെ താമസം? ആരെ? ഞാനോ? അതെ. പൂഞ്ചിറ ജംഗ്ഷനിൽ. അവിടെ എവിടെ? വലത്തോട്ട് തിരിയണം. തിരിയുമ്പോ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട്. ആ വലിയ മതിലുള്ള മരങ്ങളൊക്കെ ഉള്ള? അയ്യോ, അത് പ്രേതബാധയുള്ള വീടല്ലേ? ഒരു കുഞ്ഞു മരിച്ച, ഒരു സ്ത്രീ തൂങ്ങിച്ചത്ത. പ്രേതബാധയുണ്ടോന്നറിയില്ല, പക്ഷേ ആ കുഞ്ഞിനെ സ്ത്രീയെ അറിയാം. ആ കുഞ്ഞിന്റെ മോനും സ്ത്രീ അവന്റെ അമ്മയുമായിരുന്നു.